ഗസയിൽ നിന്ന് പലസ്തീനികൾ എങ്ങോട്ട് പോകും? ഇപ്പോൾ ട്രംപ് പറയുന്നത് അമേരിക്കൻ പട്ടാളത്തെ ഒന്നും ഗസയിൽ ഇറക്കാൻ പോകുന്നില്ല, വേണമെങ്കിൽ ഇസ്രയേൽ ഗാസ ഇങ്ങോട്ട് എടുത്ത് ഞങ്ങൾക്ക് തരും, വേണമെങ്കിലല്ല ഉറപ്പായും തരും എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു പക്ഷേ ഇസ്രയേൽ അവിടെ സൈനിക ഇടപെടൽ സമ്മതിച്ചിട്ടുണ്ടല്ലേ? സമ്മതിച്ചിട്ടുമുണ്ട്. വീണ്ടും അവിടെ സൈനിക ഇടപെടൽ നടത്തേണ്ടി വരുമോ ഒരു സംശയം. പിന്നെ ഈ അങ്ങനെ എടുത്ത് അമേരിക്കയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളെ മാറ്റണ്ടേ? എങ്ങോട്ട് മാറ്റും? അത് N12 എന്ന് പറഞ്ഞ TV ചാനലിൽ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയൊക്കെ ഉദ്ധരിച്ചിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗാസയ്ക്ക് പകരം ഇവർക്ക് സൊമാലിയയിലേക്ക് പോവാം, പിന്നെ മൊറോക്കോയുമായിട്ടും സംസാരിക്കുന്നുണ്ട് അമേരിക്ക. അപ്പോൾ സൊമാലിയ പ്രോപ്പർ സൊമാലിയയിലേക്കല്ല, സൊമാലിയയുടെ അതിർത്തിയിലുള്ള പോണ്ട് ലാൻഡ്, പിന്നെ സൊമാലി ലാൻഡ്, സൊമാലിയല്ല സൊമാലി ലാൻഡ്, ഇതൊക്കെ സൊമാലിയ അതിർത്തി പങ്കിടുന്ന സ്വയംഭരണ പ്രദേശങ്ങളാണെന്ന് പറയാം. രണ്ടിനെയും രാജ്യമായിട്ട് ഇതുവരെ ആഗോളതലത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ആ അംഗീകാരം വേണം എന്നുണ്ട്. പിന്നെ മൊറോക്കോയ്ക്കും അമേരിക്കയെ പിണക്കാനൊന്നും വയ്യ, അമേരിക്കയുടെ സഹായം കൊണ്ടൊക്കെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ, രാജ്യമല്ല മൊറോക്കോ രാജ്യം, പിന്നെ സ്വയംഭരണ പ്രദേശങ്ങളായ പോണ്ട്ലാൻഡ്, സൊമാലിലാൻഡ്, ഇവർ ഈ ഗസയിൽ നിന്നുള്ളവരെയും പലസ്തീൻകാരെയൊക്കെ ഏറ്റെടുക്കും, അവരെ കൊണ്ട് ഏറ്റെടുപ്പിക്കും എന്നാണ് അമേരിക്ക ഈ N12 എന്ന് പറഞ്ഞ ചാനലുമായിട്ടുള്ള അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ സൊമാലിയയുടെ വടക്ക് കിഴക്കാണ് ഈ പോണ്ട്ലാൻഡ് കിടക്കുന്നത്. 1998 സ്വയംഭരണം പ്രഖ്യാപിച്ചിരുന്നു. 43 ലക്ഷം പേരെ അവിടെ ഉള്ളൂ, അല്ലെങ്കിൽ 43 ലക്ഷം പേരുണ്ട്. അപ്പോൾ 3 സ്ഥലങ്ങൾക്കും രാജ്യം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് മൊറോക്കോയ്ക്കും മറ്റ് 2 സ്ഥലങ്ങൾക്കും അമേരിക്കയുടെ പിന്തുണ വേണം. സോമാലിലാൻഡ്, പോണ്ട്ലാൻഡ് എന്നിവയ്ക്ക് രാജ്യാന്തര അംഗീകാരവും വേണം. ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക ചിലപ്പോൾ ഐക്യരാഷ്ട്രസഭയിലൊക്കെ സ്വാധീനം ചെലുത്തി ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നതാണ്. ആ 2 ആളുകളും ചിലപ്പോൾ ഈ വാഗ്ദാനം കൊടുത്താലും അങ്ങോട്ട് വാഗ്ദാനം കൊടുക്കാം, ആദ്യം അമേരിക്കയ്ക്ക് വാഗ്ദാനം കൊടുത്തിട്ട് നിങ്ങൾ ഇവരെ സഹിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി അനുഭവിക്കുക കയറ്റി വിടാം. അപ്പോൾ ഏഡൻ കടലിടുക്കിന് തെക്കാണ് ഈ സ്ഥലങ്ങളൊക്കെ. ജിബൂട്ടി, ഇത്യോപ്യ ഒക്കെ അതിർത്തിയിലുണ്ട്, സൊമാലിയക്കൊക്കെ പുറമെ. കിഴക്ക് ആണ് സൊമാലിയ, 62 ലക്ഷമാണ് മറ്റേ സ്ഥലത്തെ. ജിബൂട്ടി കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പഴത്തിൻ്റെ ഓർമ്മ വരുന്നത് അല്ലേ? പഴങ്ങൾക്കൊക്കെയാണ് ജിബൂട്ടി. അത് ശരിയാ, മറ്റേ അങ്ങനത്തെ കുറേ പേരുകൾ സംഗതി. കഴിഞ്ഞ ദിവസം ഒരു പേരിനൊരു കുട്ടി ഒരു മിമിക്രി ഷോയിൽ വന്നപ്പോൾ ഉറാങ്ങുട്ടാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ തോട്ടത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ എന്നാണ്. അപ്പോൾ അങ്ങനെ മൊറോക്കോയ്ക്ക് പടിഞ്ഞാറൻ സഹാറയിൽ സംഘർഷം നേരിടുന്നുണ്ട് മൊറോക്കോ. ഇതൊക്കെ ഇസ്ലാമിക രാജ്യമാണോ? സൊമാലിയ ഇസ്ലാമിക രാജ്യമാണ്. ഇതൊക്കെ ഇസ്ലാമിക സ്ഥലങ്ങളാണ്. മൊറോക്കോയും ഇസ്ലാമിക രാജ്യമാണ്. മറ്റേ സൊമാലിയ ഇസ്ലാമിക രാജ്യമാണ്. ഈ പോണ്ട്ലാൻഡ്, സൊമാലിലാൻഡ് ഒക്കെ ഇസ്ലാമികമാണ്. അവർക്ക് പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ട്രംപ് അന്ന് പറഞ്ഞല്ലോ, ജോർദാനും ഈജിപ്തും നോ എന്ന് പറയില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ആവശ്യപ്പെട്ടാൽ അവർ പാർപ്പിച്ചോളും, അടുത്താണ്, ട്രാൻസ്പോർട്ടേഷൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന്. പക്ഷേ ഗാസ ശരിയാവില്ല, അവർക്ക് ഗാസ നല്ല സുന്ദരമായ സ്ഥലമാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രംപ്. കഴിഞ്ഞ ദിവസം ഈ സൗദിയുടെ പഴയ ചാരമേധാവി, സൗദി രാജകുമാരനുമാണ് അങ്ങേര്, തുർക്കി അൽ ഫൈസൽ, ട്രംപിനൊരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. നാഷണൽ എന്ന് പറഞ്ഞ പത്രത്തിൽ ഇത് അച്ചടിച്ചിരുന്നു. അയാൾ പറയുന്നത് പലസ്തീൻ അനധികൃത കുടിയേറ്റക്കാരല്ല, അതുകൊണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലെ അവരെ കൈകാര്യം ചെയ്യരുത് അമേരിക്ക. ഇസ്രയേൽ നശിപ്പിച്ചത് അവരുടെ നാടും വീടുമാണ്. അതുകൊണ്ട് ഈ അവർ ഇസ്രയേൽ ഉണ്ടാക്കുന്ന കാലത്ത് വെസ്റ്റ് ബാങ്കിൽ നിന്നും
മറ്റേ ജെറുസലേമിൽ നിന്നുമൊക്കെ പലായനം ചെയ്തവരൊക്കെയാണ് അവർ 1948-ലും 1967-ലും. അതുകൊണ്ട് ഇവരെ ഗസയിൽ നിന്ന് ഹൈഫയിലേക്കും ജാഫയിലേക്കും പലായനം ചെയ്യാൻ അനുവദിക്കണം. ഹൈഫയൊക്കെ നല്ല തുറമുഖ നഗരമാണ് ഇസ്രായേലിൻ്റെ. അങ്ങോട്ട് പോകാൻ കുറേയും കൂടി നാഗരികമായ സ്ഥലത്തേക്ക് പോകണം എന്നാണ് ഈ സൗദി രാജകുമാരൻ പറയുന്നത്. അല്ല, എല്ലാവർക്കും ആഗ്രഹം കൊള്ളാവുന്നിടത്ത് താമസിക്കുക എന്നുള്ളത്. അവിടെയാണെങ്കിൽ ഓറഞ്ച് ഒലിവ് തോട്ടങ്ങളൊക്കെ ഉണ്ട്, ഇവർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. എന്നിട്ട് തലസ്ഥാനം കിഴക്കൻ ജെറുസലേം ആക്കി കൊടുക്കണം എന്നും ഇങ്ങേര് പറഞ്ഞിട്ടുണ്ട്. സ്വയം നിർണയാവകാശവും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാനിപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ പറയുന്നതിനെതിരെ പൊതുവിൽ ലോകത്ത് ട്രംപിന് അത്ര വലിയ സ്വീകാര്യത കിട്ടുന്നില്ല. പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ട്രംപിൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നില്ല എന്നാണ് പരസ്യമായെങ്കിലും പറയുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ, ഖത്തർ, UAE ഒക്കെ, പിന്നെ മറ്റേ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ പരസ്യമായി, UK പോലും വന്നിട്ടുണ്ട്, അത് ശരിയല്ല, അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലോകവ്യാപകമായി എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രതിഷേധമുള്ളപ്പോൾ ട്രംപിന് അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നം, മനോഹരമായ ബീച്ച് റിസോർട്ടായി ഗാസ സ്ട്രിപ്പിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമോ? അല്ല, ഇത് ഇപ്പോൾ ചില സ്ഥലങ്ങൾ കുറേ പേരെയൊക്കെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ കാണുന്നത് തന്നെ ഈജിപ്തിൽ ജോർദാൻ. ഈജിപ്തിൽ എന്തായാലും ഈ ഇസ്രായേലിൽ നിന്ന് വിട്ടയച്ച തടവുകാർ കുറേ പേര് ഈജിപ്തിലുണ്ടെന്ന് നമുക്കറിയാം. ഈജിപ്തിൽ നിന്ന് തുർക്കി വഴി, അപ്പോൾ തുർക്കിയിലും കുറേ പേര് ഉണ്ട്, തുർക്കി വഴിയാണ് പാകിസ്ഥാനിലേക്ക് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. അപ്പോൾ അവർ സമ്മതിക്കുകയാണെങ്കിൽ അതായത് ജോർദാനിലെ ഹുസൈൻ രാജാവ്. പക്ഷെ അത് ചെറിയ നമ്പറല്ലല്ലോ സാർ, 20 ലക്ഷത്തോളം ആളുകളില്ലേ? 5000 പേരെയോ 2000 പേരെയോ എടുക്കുന്ന പോലെ അല്ലല്ലോ. 28 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾ ഇപ്പോൾ ജോർദാനിലുണ്ട്. അത്രയും ജനസംഖ്യ ജോർദാനിലുണ്ടാവുമോ? ജോർദാനിലുള്ളത് മുഴുവൻ പലസ്തീൻകാരാണെന്ന് വേണം കരുതാൻ. കാരണം റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് ഞങ്ങളിപ്പോൾ എടുക്കില്ല എന്ന് അബ്ദുള്ള രാജാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇത്രയും പലസ്തീൻ അഭയാർത്ഥികൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ നോക്കാമായിരുന്നു. അതെ, ഗൾഫ് രാജ്യങ്ങൾ എന്തായാലും എടുക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ ഈജിപ്ത് എടുക്കാമോ? ഈജിപ്ത് ഇതുവരെ നിരാകരിച്ചിട്ടില്ല. ട്രംപിൻ്റെ തീരുമാനത്തോട് വിയോജിപ്പ് പറഞ്ഞിട്ടുമില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ് എന്ന നിലയിലൊന്നും വന്നില്ല. വിദേശകാര്യമന്ത്രിയൊക്കെ എന്തോ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു എന്നല്ലാണ്ട് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും വന്നിട്ടില്ല. അതെ. അപ്പോൾ ഇത് പ്രായോഗികമാണോ നടക്കില്ല? അല്ല, പലസ്തീൻ്റെ ഈ ഖുദ്സ് എന്ന് പറഞ്ഞ സേനക്കാർ പറഞ്ഞിരുന്നല്ലോ, പാകിസ്ഥാൻ ഉൾപ്പെടെ 4 രാജ്യങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് അൾജീരിയയുടെയും ഇന്തോനേഷ്യയുടെയും പേര് ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു. നമ്മൾ ആദ്യം ചർച്ച ചെയ്തതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പോപ്പുലേഷനുള്ള രാജ്യമാണല്ലോ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ സ്വീകരിക്കുന്ന വേറെ റിപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്തോനേഷ്യയുടെ അടുത്തുള്ള ഏതോ ഒരു ഐലൻഡിലേക്ക് വരെ മാറ്റാം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇത് ഈ ഒരു ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് പറിച്ചു മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ കാമ്പയിൻ നടക്കുന്നത്. അങ്ങനെ ശരിക്കും ഈ ഗസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാസ എന്ന് പറയുന്നത്, വെസ്റ്റ് ബാങ്ക്, ഈ പറയുന്ന പലസ്തീനികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ജന്മഭൂമിയാണോ? അല്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വിരാഷ്ട്രം 2 രാഷ്ട്രമായിട്ട് വിഭജിച്ചിട്ട് 1948 പല സ്ഥലത്ത് കിടന്നിരുന്ന ജൂതന്മാരെയൊക്കെ കൊണ്ടുവരുന്നു. വേറൊരു രാജ്യം ഇവർക്കായിട്ട് പലസ്തീൻ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുന്നു. ജൂതന്മാർക്ക് പോകാനായിട്ട് വേറെ സ്ഥലങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണത്. അതെ, അവർക്ക് വേറെ സ്ഥലമൊന്നുമില്ല. അവർക്ക് ജൂതരാഷ്ട്രം എന്ന് പറയാൻ ഇതേ ഉള്ളൂ. അത് വാസ്തവമാണല്ലോ. നമ്മൾ ആ കാലത്ത് നെഹ്റു ഒക്കെ ഈ ഐൻസ്റ്റീൻ എഴുതിയിട്ടുമൊക്കെ സമ്മതിക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിൽ നമ്മൾ മുസ്ലിങ്ങളും കൂടി സഹോദരന്മാരെ പോലെ കരുതി വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഗാന്ധിയും പലസ്തീനെ അനുകൂലിച്ചു, നെഹ്റുവും അനുകൂലിച്ചു ആ കാലത്ത്. ഇപ്പം നമ്മുടെ നയം അങ്ങനെയൊന്നും ആകണമെന്നില്ല. എന്തായാലും ഈ ദുരാഷ്ട്രവാദം എന്ന് പറഞ്ഞ സംഭവം, അതിനെതിരാണ് ഇസ്രയേലും അമേരിക്കയും. അങ്ങനെ 2 രാജ്യം അവിടെ വരണ്ട,
പലസ്തീൻകാർക്ക് പോകാനായിട്ട് ലോകത്ത് പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. ഞങ്ങൾക്കാണ് പോകാനിടമില്ലാതിരുന്നത് ഇരിക്കുന്നത്. കാരണം മാത്രമല്ല 2048 ആവുമ്പോൾ വിശാല ഇസ്രയേൽ എന്ന് ഏതായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ച സംശയം ഒരുപാട് ആളുകൾക്കുണ്ട്. അവരും അവിടെ ജനിച്ച് വളർന്നവരല്ലേ, അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റാമോ? പലസ്തീൻ അവരുടെ രാജ്യമായിരുന്നില്ലേ? പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രയേൽ പിടിച്ചെടുത്തതാണ്. മുന്നിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മുഴുവൻ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇല്ലേ? അതെ, ഞാൻ പറയുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേൽ പിടിച്ചെടുത്തതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ സംശയം മാറ്റാൻ വേണ്ടി നമുക്ക് പലസ്തീനിൻ്റെ കഥ നമുക്കൊന്ന് അടുത്ത ദിവസം ചർച്ച ചെയ്യണം. എന്താണ് പലസ്തീൻ, എങ്ങനെയാണ് വന്നത്? അപ്പോൾ പിന്നെ ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു ധാരണയുണ്ടാവും. ഇപ്പോഴും ഒരു സാധാരണ പ്രേക്ഷകർക്കും ഒന്നും കൃത്യമായിട്ട് അറിയില്ല. ഇസ്രയേൽ രാജ്യം 1948 ഈ രണ്ട് രാജ്യങ്ങളും വന്നു. അതെ, ഇസ്രയേൽ എങ്ങനെയുണ്ടായി, പലസ്തീൻ എങ്ങനെയായിരുന്നു, അതിനു മുമ്പുള്ളവരുടെ പ്രവാസം എന്താണ്, ഇവരുടെ പഴയകാല ചരിത്രം എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് സംസാരിക്കണം. വരും ദിവസം നമുക്കത് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.